CMA India എന്താണ് നമുക്ക് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്? എങ്ങനെയാണ് ഈ ഒരു കോഴ്സിന്റെ എക്സാം സ്ട്രക്ചേഴ്സ് വരുന്നത്? എന്താണ് ഈ ഒരു കോഴ്സിന്റെ പാസിംഗ് ക്രൈറ്റീരിയ? മേജർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സ് മൂലം എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് 3 ലെവലുകളായിട്ട് ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. ഇനി പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ 4 പേപ്പർ, ഇന്റർമീഡിയറ്റിൽ 4 പേപ്പർ വീതമുള്ള 2 ഗ്രൂപ്പ്, അഥവാ ഇന്റർമീഡിയറ്റിൽ ഒരു 8 പേപ്പർ ഉണ്ട്. ഫൈനലിലേക്ക് വരുന്ന സമയത്തും ഇതേപോലെ തന്നെ 2 ഗ്രൂപ്പുകളായിട്ട് 4 പേപ്പർ വീതം, അഥവാ ഫൈനലിലും 8 പേപ്പർ. ഇങ്ങനെ ഫൗണ്ടേഷനിൽ 4 പേപ്പർ, ഇന്റർമീഡിയറ്റിൽ 8 പേപ്പർ, ഫൈനലിൽ 8 പേപ്പർ, ഇങ്ങനെ 20 പേപ്പർ ആയിരിക്കും ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം CMA ഇന്ത്യ ക്വാളിഫൈ ചെയ്യാൻ എഴുതിയെടുക്കേണ്ടത്. ഇനി +2 അല്ല, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് CMA ഇന്ത്യ ചെയ്യാൻ വരുന്നത് എങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ആവശ്യമില്ല. നേരെ ഇന്റർമീഡിയറ്റിലും ഫൈനലിലും കൂടി 8 16 പേപ്പർ എഴുതിയെടുത്താൽ മതിയാകും. ഇനി നമ്മുടെ കോഴ്സിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം CMA ഇന്ത്യ എന്ന് പറയുന്ന ഫൗണ്ടേഷനിൽ ഒരു എക്സാം ഉണ്ട്, ഇന്റർമീഡിയറ്റിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 രണ്ടും സെപ്പറേറ്റ് എഴുതാം, ബോത്ത് ഗ്രൂപ്പായിട്ട് ഒന്നിച്ചിട്ടും എഴുതാം. ഫൈനലും ഇതേപോലെ തന്നെ ഗ്രൂപ്പ് വൈസ് ആയിട്ടും എഴുതാം, ബോത്ത് ആയിട്ടും എഴുതാം. ഇനി നമ്മൾ എഴുതുന്ന എക്സാമിൽ ഒരു പേപ്പറിന് 40% മാർക്കും അഗ്രിഗേറ്റ് നോക്കുന്ന സമയത്ത് 50% മാർക്കും ഉണ്ടായിരിക്കണം. അതായത് നമ്മളുടെ 4 പേപ്പറിലെ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ഓരോ പേപ്പറിനും 40% എബവ് മാർക്ക് ഉണ്ടായിരിക്കണം. 4 പേപ്പറിന് 400 മാർക്കിൽ നോക്കുന്ന സമയത്ത് മുഴുവനും നോക്കുന്ന സമയത്ത് എത്ര ഉണ്ടായിരിക്കണം? 200 മാർക്കും ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ കോഴ്സിൻ്റെ സബ്ജക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ്, ലോ, ടാക്സേഷൻ അഥവാ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും വരും. അതേപോലെ തന്നെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓഡിറ്റിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ കോഴ്സിൽ പഠിച്ചെടുക്കാനുള്ളത്. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഡീപ്പായിട്ട് പഠിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ച് ക്വാളിഫൈ ആയതിനു ശേഷം നമുക്ക് ഓരോ കമ്പനികളിലേക്കും ഫിനാൻസ് മേഖലകളിലേക്കും ഹൈ ഡെസിഗ്നേഷനോടുകൂടെ അഥവാ CFO, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, സീനിയർ അക്കൗണ്ടന്റ്, റിസ്ക് മാനേജർ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. അതോടുകൂടെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റിലൂടെ സൈനിങ് പവറോടുകൂടെ നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡു ഫോളോ IIC ലക്ഷ്യ.